നിങ്ങളോട് പറയുന്നത് ഒരു കഥയല്ല, ജീവിതമാണ് കേട്ടോ. ഒരു കഥയേക്കാൾ നമ്മയൊക്കെ വിസ്മയിപ്പിച്ച ഒരു ജീവിതം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കണ്ണോ കയ്യോ വേണ്ട, ഹൃദയം മതി എന്ന് പറഞ്ഞ ഒരാൾ. ഈ ഭൂമിയിലെ മനോഹരമായ കാഴ്ചകളൊന്നും കാണാനാവാതെ, പ്രകൃതിയുടെയും പ്രിയപ്പെട്ടവരുടെയും ശബ്ദങ്ങളൊന്നും കേൾക്കാനാവാതെ ജീവിച്ച ഒരു പെൺകുട്ടി. തൻ്റെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ സധൈര്യം നേരിട്ട വനിത ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറിൻ്റെ ജീവിതമാണ് ഇത്. 1880 ജൂൺ 27 അമേരിക്കയിലെ അലബാമയിലെ ടസ്കുംബയിൽ ആർതർ എച്ച് കെല്ലറിൻ്റെയും ആഡംസ് കെല്ലറിൻ്റെയും 2 പെൺകുട്ടികളിൽ മൂത്ത പുത്രിയായിട്ടായിരുന്നു ഹെലൻ്റെ ജനനം. നമ്മുടെ വീടുകളിൽ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ എല്ലാവരും എത്രമാത്രം സന്തോഷിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അതും ആദ്യത്തെ കുഞ്ഞ്. ഹെലൻ്റെ ജനനവും അങ്ങനെ ആ വീട്ടിൽ ആഹ്ലാദം നിറച്ചു. എല്ലാവരും കുഞ്ഞു ഹെലനെ കൊഞ്ചിച്ചും ലാളിച്ചും കൊണ്ടു നടന്നു. പക്ഷേ ആ സന്തോഷത്തിൻ്റെ മുകളിലേക്ക് സങ്കടത്തിൻ്റെ, വേദനയുടെ വലിയൊരു കരിനിഴൽ വീണു. ഏകദേശം 1.5 വയസ്സായ ഹെലന് വലിയൊരു രോഗം പിടിപെട്ടു. ആ രോഗത്തെ തുടർന്ന് കൊച്ചു ഹെലൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. പക്ഷേ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രോഗത്തെ അതിജീവിച്ച് ഹെലൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ആ രോഗം അവളുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെടുത്തി. ഒന്നോർത്തു നോക്കൂ, ഈ മനോഹരമായ ലോകത്തിനെ കാണാൻ, കേൾക്കാൻ തുടങ്ങിയതേയുള്ളൂ ആ കൊച്ചു കുഞ്ഞ്. അപ്പോഴേക്കും ദൈവം അതൊക്കെ തിരിച്ചെടുത്തു. സ്വതവേ കുസൃതിക്കാരിയായ ഹെലൻ ഇതോടെ കൂടുതൽ ദേഷ്യവും വാശിയും കാണിച്ചു തുടങ്ങി. വീട്ടിലെ പാചകക്കാരിയുടെ മകൾ മാർത്തയായിരുന്നു അവളുടെ കളിക്കൂട്ടുകാരി. ശബ്ദങ്ങൾ അന്യമായ ഹെലന് അതുകൊണ്ട് തന്നെ സംസാരിക്കുവാനും കഴിഞ്ഞില്ല. വാക്കുകളും ശബ്ദങ്ങളും കേൾക്കാതെ എങ്ങനെ സംസാരിക്കാൻ കഴിയും? ഹെലനും മാർത്തയും പരസ്പരം സംസാരിക്കുന്നതിന് വേണ്ടി ചില പ്രത്യേകതരം അടയാളങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദേഷ്യം വരുമ്പോൾ ഹെലൻ പാവം മാർത്തയെ ഉപദ്രവിച്ചിരുന്നു കേട്ടോ. മനോഹരമായ കാഴ്ചകളൊക്കെ നഷ്ടമായെങ്കിലും നമ്മുടെ കൊച്ചു ഹെലൻ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയില്ല. മുറ്റത്തും പരിസരത്തുമുള്ള പൂക്കളെയും മരങ്ങളെയും സ്പർശിച്ചറിയുവാനും ഓരോ പൂക്കളെയും മണത്തറിയുവാനും അവൾക്ക് കഴിഞ്ഞിരുന്നു. ദേഷ്യം വരുമ്പോഴൊക്കെ അത് തണുപ്പിക്കാനായി തണുത്ത ഇലകളിലും പുല്ലുകളിലും അവൾ തൻ്റെ മുഖം പൂഴ്ത്തി വയ്ക്കും. ഹെലൻ്റെ ദേഷ്യവും വാശിയും മാറണമെങ്കിൽ അവൾക്ക് പഠിക്കാനുള്ള സാഹചര്യവും നല്ല പരിശീലനവും കിട്ടണമെന്ന് അവളുടെ മാതാപിതാക്കൾ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ ഡോക്ടർ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ സഹായം തേടി. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പെർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരു അധ്യാപികയെ കണ്ടെത്തി. ബാല്യത്തിൽ വികൃതിയും ദേഷ്യക്കാരിയും അക്രമാസക്തയും ഒക്കെയായിരുന്ന ഹെലൻ്റെ ജീവിതം മാറി മറിഞ്ഞത് ആനി മാൻസ്ഫീൽഡ് സള്ളിവൻ എന്ന ഈ അധ്യാപികയുടെ വരവോടെയാണ്. മിസ് സള്ളിവൻ അധ്യാപികയായി എത്തിയതോടെ ഹെലൻ പതുക്കെ മാറിത്തുടങ്ങി. സള്ളിവൻ കൊച്ചു ഹെലൻ്റെ കൈവെള്ളയിൽ വിരൽ കൊണ്ട് അക്ഷരങ്ങളും അവയിൽ നിന്ന് വാക്കുകളിലേക്കും ഹെലനെ കൊണ്ടുപോയി. പതിയെ പതിയെ ഹെലൻ്റെ മനസ്സിൽ അക്ഷരങ്ങളും വാക്കുകളും ഓരോന്നായി പതിഞ്ഞു. ഓരോ വസ്തുവും കൈകൊണ്ട് തൊട്ട് പഠിപ്പിച്ചതിന് ശേഷമായിരുന്നു സള്ളിവൻ അതിൻ്റെ പേരും അക്ഷരങ്ങളും മനസ്സിലാക്കി കൊടുത്തിരുന്നത്. കളിയിലൂടെയുള്ള പഠിത്തം, സള്ളിവൻ്റെ സ്നേഹം, കരുതൽ എല്ലാം കൊച്ചു ഹെലൻ ഏറെ ഇഷ്ടപ്പെട്ടു. സാധ്യതകളുടെ ഒരു കൊച്ചു പിണ്ഡം മാത്രമായിരുന്ന തന്നെ ചുരുക്കുകൾ അഴിച്ച് വികസിപ്പിച്ചെടുത്തത് തൻ്റെ ടീച്ചറാണെന്ന് ഹെലൻ സ്നേഹത്തോടെ തിരിച്ചറിഞ്ഞു. മിസ് സള്ളിവൻ ഏതു സമയവും കൊച്ചു ഹെലനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. 10 വയസ്സ് കഴിഞ്ഞതോടെ സാധാരണ ഒരാളിനെ പോലെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ വാക്കുകൾ ഉച്ചരിക്കുവാൻ ഹെലൻ അതിയായി ആഗ്രഹിച്ചു. ഒരു കൈ തൊണ്ടയ്ക്ക് മുകളിലും മറുകൈ ചുണ്ടിൻ്റെ ചലനങ്ങൾ അറിയാനും വെച്ച് വായ കൊണ്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് ഹെലൻ്റെ പതിവായിരുന്നു. അവളുടെ ആഗ്രഹത്തിനും വാശിക്കും മുന്നിൽ മറ്റെല്ലാം പരാജയപ്പെട്ടു. സള്ളിവൻ ഹെലനെ മിസ് സാറ ഫുള്ളറിൻ്റെ അരികിലെത്തിച്ചു. സൗമ്യയും സ്നേഹവതിയുമായ അവർ ഹെലനെ സംസാരിക്കാൻ പരിശീലിപ്പിച്ചു തുടങ്ങി.
മിസ് ഫുള്ളർ ഹെലൻ്റെ കൈ അവരുടെ മുഖത്ത് വയ്ക്കും. അവർ ശബ്ദമുണ്ടാക്കുമ്പോൾ നാവിൻ്റെയും ചുണ്ടിൻ്റെയും ചലനങ്ങൾ ഹെലൻ സ്പർശിച്ചറിയും. ഓരോ ചലനവും സ്പർശിച്ചറിയാൻ അനുകരിക്കാൻ ഹെലൻ വെമ്പൽ കൊണ്ടു. തൻ്റെ വിളി കേട്ട് സഹോദരി ഓടി വന്നതും മറ്റുള്ളവർ തൻ്റെ ശബ്ദം കേൾക്കുന്നതും ഹെലനിൽ പറഞ്ഞറിയിക്കാനാവാത്ത ആഹ്ലാദവും ആവേശവും നിറച്ചു. എങ്കിലും ഹെലൻ പറയുന്നത് പൂർണ്ണമായും മറ്റുള്ളവർക്ക് മനസ്സിലായിരുന്നില്ല കേട്ടോ. മിസ് സള്ളിവനും മിസ് ഫുള്ളറും ഹെലൻ പറയുന്നത് മനസ്സിലാക്കിയിരുന്നു. ഹെലൻ്റെ അധ്യാപകർ അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഹെലൻ്റെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും അവളെ മുന്നോട്ട് നയിച്ചു. താൻ പഠിച്ചതൊക്കെ വീട്ടിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ ഹെലൻ കൂടുതൽ ആവേശഭരിതയാകും. തൻ്റെ നേട്ടത്തിൽ അവരൊക്കെ ആഹ്ലാദിക്കുന്നത് കാണാൻ ഹെലൻ കാത്തിരുന്നു. എൻ്റെ കൊച്ചനിയത്തി, അവൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകും എന്ന ചിന്ത മറ്റുള്ള എല്ലാ തടസ്സങ്ങളെയും അകറ്റുന്ന ശക്തിയായി മാറി. ഞാനിപ്പോൾ ഊമയല്ല എന്ന് നിർവൃതിയോടെ പലവട്ടം ഹെലൻ മനസ്സിൽ ഉരുവിട്ടു. വനിതകൾക്കായുള്ള കേംബ്രിഡ്ജ് സ്കൂളിൽ ചേർന്ന ഹെലൻ പഠനത്തിനു വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. മിസ് സള്ളിവൻ ഹെലനോടൊപ്പം ക്ലാസ്സിലിരിക്കുകയും അധ്യാപകർ പറയുന്നത് ഹെലൻ്റെ കൈവെള്ളയിൽ എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു. എങ്കിലും വളരെ ആയാസകരമായിരുന്നു ആ ജോലി കേട്ടോ. പാഠപുസ്തകങ്ങളിലുള്ളത് മുഴുവൻ കൈവെള്ളയിൽ ഇങ്ങനെ എഴുതുക എന്നത് എളുപ്പമല്ലല്ലോ. ആ സമയം ഹെലന് ആവശ്യമായ പുസ്തകങ്ങൾ ബ്രെയിൽ ലിപിയിൽ കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു. മിസ് സള്ളിവൻ അസാമാന്യമായ ക്ഷമയോടെ ഹെലനോടൊപ്പം തന്നെ നിന്നു. കയ്യിൽ എഴുതി വായിക്കുന്നത് കൊണ്ട് പഠനത്തിന് കൂടുതൽ സമയം ഹെലന് ആവശ്യമായിരുന്നു. മറ്റു പെൺകുട്ടികൾ കളിയും ചിരിയും തമാശകളുമായി സമയം ചെലവഴിക്കുമ്പോഴൊക്കെ ഹെലൻ പഠനത്തിൽ മുഴുകി. എങ്കിലും പലപ്പോഴും ആ സമയങ്ങളിലൊക്കെ ഹെലൻ ദേഷ്യക്കാരിയായി മാറും. നമ്മളും അങ്ങനെയൊക്കെയാണ് അല്ലേ? കൂട്ടുകാരൊക്കെ കളിച്ചിരികളിൽ മുഴുകുന്ന സമയം നമുക്കതിന് പറ്റുന്നില്ല, പഠിക്കാനായിരിക്കണം എന്നൊക്കെ ആകുമ്പോൾ ദേഷ്യവും അസ്വസ്ഥതയും ഒക്കെ തോന്നും. പലപ്പോഴും കുറച്ച് കഴിഞ്ഞ് പഠിക്കാമെന്ന് കരുതി നമ്മൾ കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കാനും പോകും അല്ലേ? പക്ഷേ ഹെലൻ അങ്ങനെയായിരുന്നില്ല. അവൾ ആ ദേഷ്യത്തെ വളരെ പെട്ടെന്ന് തന്നെ മറികടന്ന് ഉന്മേഷം വീണ്ടെടുക്കും. തൻ്റെ ലക്ഷ്യത്തെ അവൾ മനസ്സിലോർക്കും. ശരിയായ അറിവ് നേടണമെങ്കിൽ കുത്തനെയുള്ള ആ മല ഒറ്റയ്ക്ക് തന്നെ കയറണമെന്ന് അവൾക്ക് മനസ്സിലായി. അവിടേക്ക് രാജകീയ പാതകളൊന്നുമില്ലാത്തതിനാൽ തൻ്റേതായ രീതിയിൽ വളഞ്ഞു പുളഞ്ഞു തന്നെ പോകണം. പലതവണ വഴുതി വീണു, എങ്കിലും ഇളകാതെ നിന്നു. തടസ്സങ്ങൾ ഏറെയായിരുന്നു. പലപ്പോഴും സമചിത്തത നഷ്ടപ്പെട്ടു. അത് വീണ്ടെടുത്തു. ജിജ്ഞാസയോടെ വീണ്ടും മുകളിലേക്ക് കയറി. അഭിലാഷത്തിൻ്റെ ഉയർന്ന ഭൂമികയിൽ ഒടുവിൽ ഹെലൻ എത്തിച്ചേർന്നു. ഈ പോരാട്ടത്തിൽ ഹെലന് തുണയായി അനേകം പേരുണ്ടായിരുന്നു. 1904 റാഡ്ക്ലിഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹെലൻ ബിരുദം നേടി. അങ്ങനെ കാഴ്ചയും കേൾവിയുമില്ലാതെ ബിരുദം നേടുന്ന ആദ്യ വ്യക്തി എന്ന പദവി ഹെലനെ തേടിയെത്തി. ഹെലൻ്റെ ഓരോ വിജയത്തിലും പ്രചോദനമായി മിസ് സള്ളിവൻ കൂടെ ഉണ്ടായിരുന്നു. ദൈവം സള്ളിവനെ ഹെലൻ്റെ കണ്ണും കാതുമായി ഒരുക്കി. നിരവധി പുസ്തകങ്ങളിൽ ഹെലൻ തൻ്റെ ജീവിതം എഴുതി. ധാരാളം പരമ്പരകളും സിനിമകളും ഡോക്യുമെൻ്ററികളുമെല്ലാം ഹെലൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തു വന്നു. 1913 ഒരു വ്യാഖ്യാതാവിൻ്റെ സഹായത്തോടെ ഹെലൻ പ്രഭാഷണം ആരംഭിച്ചു. 1921 അമേരിക്കൻ ഫെഡറേഷൻ ഫോർ ദ ബ്ലൈൻഡ് സ്ഥാപിതമായപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളിൽ ഹെലൻ ഭാഗമായി. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് വൈകല്യമുള്ളവരോടുള്ള കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുവാൻ ഹെലൻ്റെ വാക്കുകൾക്ക് കഴിഞ്ഞു. എല്ലാ സാമൂഹിക പ്രശ്നങ്ങളിലും ക്രിയാത്മകമായി ഹെലൻ ഇടപെട്ടു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലുടനീളം സ്ത്രീകളുടെ വോട്ടവകാശം, സമാധാനം, ജനന നിയന്ത്രണം, സോഷ്യലിസം എന്നിവയുൾപ്പെടെ നിരവധി സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഹെലൻ കെല്ലർ കൈകാര്യം ചെയ്തു. ജീവിതകാലത്ത് തന്നെ നിരവധി നേട്ടങ്ങൾ ഹെലനെ തേടിയെത്തിയിരുന്നു. ആനി സള്ളിവനുമൊത്തുള്ള ഹെലൻ്റെ ബാല്യകാല പരിശീലനങ്ങൾ ദ മിറാക്കിൾ വർക്കർ എന്ന പേരിൽ പ്രദർശിപ്പിക്കുകയും 1960 പുലിസ്റ്റർ പുരസ്കാരം നേടുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആകർഷകമായ
വ്യക്തിത്വങ്ങളിലൊന്നാണ് ഹെലൻ കെല്ലർ എന്ന് പ്രശസ്ത സാഹിത്യകാരനായ മാർക്ക് ട്വെയിൻ തൻ്റെ വാക്കുകളിൽ പറഞ്ഞു. കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട് വളരെ വൈകി മാത്രം സംസാരിച്ചു തുടങ്ങിയ ഒരു കൊച്ചു പെൺകുട്ടിയിൽ നിന്നും ലോക ജനതയ്ക്ക് മുന്നിൽ മഹത്തായ മാതൃകയായി തീർന്ന വനിതയിലേക്കുള്ള ഹെലൻ കെല്ലറിൻ്റെ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. പ്രതികൂല ജീവിത അവസ്ഥകളോട് സധൈര്യം പോരാടി സ്വന്തം ജീവിതം കൊണ്ട് അനേകർക്ക് അവരുടെ നിരാശയിൽ പ്രത്യാശയോടെ നോക്കിക്കാണാവുന്ന ഒരു മുഖമായി ഹെലൻ കെല്ലർ മാറി. സമാനതകളില്ലാത്ത ഈ പോരാളി 1968 ജൂൺ 1 ലോകത്തോട് വിട പറഞ്ഞു. ജീവിതത്തെ പ്രസാദാത്മകമായി നേരിടാൻ കരുത്തു പകരുന്ന അസാധാരണമായ ഒരു ജീവിത കഥയാണ് ഹെലൻ കെല്ലറിൻ്റേത്.